ശ്രീ PM സുരേഷ് ബാബു, പിന്നെ എന്തുകൊണ്ട് എതിർക്കപ്പെടണം മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന? വിശാലമായ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഇടമുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്കാണ് മോഹൻ ഭാഗവത് ഹിന്ദു എന്ന പദം ഉപയോഗിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഹിന്ദു ആയിരുന്നാൽ? ശ്രീ സുരേന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്കാർക്കെങ്കിലും കഴിയുമോ? അങ്ങനെ ഒരു വിശേഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായ ചില സമീപനങ്ങൾ എടുക്കേണ്ടതല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യക്കാരെ കുറിച്ചാണ് ഹിന്ദു എന്ന് പറയുന്നതെങ്കിൽ എന്നാൽ ഇന്ത്യക്കാരെന്ന് തന്നെ പറഞ്ഞാൽ പോരെ? എന്തിനാ പ്രത്യേകിച്ചൊരു ഹിന്ദു എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത്? ഇറ്റാലിയൻകാരാണ്, ഇന്ത്യക്കാരാണ്. കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ജയ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോരെ? ശ്രീ PM സുരേഷ് ബാബു അവർ എന്തിനാണ് ജയ് ഹിന്ദ് എന്ന് പറയുന്നത്? നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ജയ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോരെ? താങ്കൾ കേട്ട് കാണും ആ ചോദ്യം സുരേന്ദ്രനെ. ജയ് ഹിന്ദു അത് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്, മതമല്ല. ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ഇന്ത്യയെ കുറിച്ചാണ്. അദ്ദേഹം പറയട്ടെ ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് തുടരാം. ശ്രീ സുരേഷ്, ജയ് ഹിന്ദുവും തമ്മിൽ മനസ്സിലാക്കാനും വേർതിരിക്കാനും കെ സുരേന്ദ്രന് വളരെ വ്യക്തമായി കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ചാനലിൽ തെറ്റിദ്ധാരണാരൂപമായി സംസാരിക്കുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും. ജയ് ഹിന്ദ് വേറെ, ജയ് ഹിന്ദു വേറെ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞതും നിങ്ങളെല്ലാവരും ഇപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതും ഇന്ത്യക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലാതെ അതൊരു ഹിന്ദുക്കളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. ശ്രീ സുരേഷ് ബാബു, താങ്കൾക്ക് ഹിന്ദു മതാനുയായികളെ ഉദ്ദേശിച്ചല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ പറയാം, ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി നാം എടുക്കേണ്ടുന്ന ചില പ്രശ്നങ്ങളാണ്. വളരെ ഇന്നസെന്റായി വന്ന് ഏതല്ലെങ്കിൽ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ്, നാക്ക് പിഴവൊന്നും സംഭവിച്ചതല്ല. രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ന് ജലവിക്കുന്ന ഹിന്ദു മതവിഭാഗത്തിൽ പെടാത്ത സമുദായത്തിലെ ആളുകൾക്കുള്ള ഒരു താക്കീത് പോലെയാണ് ശ്രീ മോഹൻ ഭഗവതിന്റെ ഈ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്. ഇവിടെ ഹിന്ദുക്കൾക്കുള്ള സ്ഥലമാണ്, ഹിന്ദുക്കളുടേതാണ് ഈ രാജ്യം. നിങ്ങൾ എല്ലാം അതിഥികളെ പോലെ ഇപ്പോൾ വന്ന് ഇവിടെ കീഴടക്കിയവരാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സമീപനം എടുക്കേണ്ടുന്നവരാണ്. ഇവിടെ ആത്യന്തികമായി ഒരു ഹിന്ദു രാഷ്ട്രം എന്ന RSSന്റെ മുദ്രാവാക്യം നടപ്പിലാക്കുന്നതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിന് തടസ്സം ശ്രീ നരേന്ദ്രമോദിയാണെങ്കിൽ, അത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണെങ്കിൽ അവരെ പോലും വിമർശിക്കുക എന്ന സമീപനത്തിലേക്കാണ് RSS പോകുന്നത്. RSSന്റെ നിയന്ത്രണം ഈ ഗവൺമെന്റിന് ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഒരു തരത്തിലും ജനങ്ങൾ വിശ്വസിക്കുകയില്ല. മറിച്ച് RSS തന്നെയാണ് ഗവൺമെന്റിനെയും ഗവൺമെന്റിലെ മന്ത്രിമാരെയും ഇപ്പോഴും നിയന്ത്രിക്കുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഉള്ള ഒരു എടുത്തുചാട്ടത്തിലേക്ക് നീങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഓരോരോ ഫീലേഴ്സ് ഇട്ടുകൊടുക്കുകയാണ്. ഇത് ചർച്ച ചെയ്യട്ടെ, ഭാരതീയ സമൂഹം ജനങ്ങൾ എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിച്ച് അതിൻ്റെ മുകളിൽ പുതിയ ഹൈന്ദവ വൽക്കരണ സമീപനത്തിലേക്ക് നീങ്ങുക എന്ന വളരെ ഗൂഢമായ RSSന്റെ ലക്ഷ്യമാണ് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയിലൂടെ ഭാരതം ദർശിക്കുന്നത്. തിരിച്ചു വരാം. ശ്രീ MP രാജേഷ്, ഗൂഢമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നോക്കുന്നത് കൊണ്ടാണ് തോന്നുന്നത്. ഹിന്ദ് എന്ന് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും, എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആളുകൾക്ക് അധിവസിക്കാവുന്ന ഇടം എന്ന നിലക്ക് തന്നെയാണ് മോഹൻ ഭാഗവതും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സുരേന്ദ്രനെ സംശയിക്കാൻ എന്താണ് കാരണം? മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയും ആ പ്രസ്താവനയ്ക്ക് ശ്രീ സുരേന്ദ്രൻ ഇവിടെ നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിലും അടങ്ങിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രീ സുരേന്ദ്രൻ തന്നെ പറഞ്ഞൊരു കാര്യം, ഇവിടെ സനാതന പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞൊരു കാര്യം, പുറത്തു നിന്ന് വന്ന എല്ലാവർക്കും അർഹമായ പരിഗണനയും പ്രാധാന്യവും കൊടുക്കുകയും അവർക്കു കൂടി ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യുന്ന രാജ്യമാണ് എന്നാണ്. അത് തന്നെയാണ് RSSന്റെ വീക്ഷണം. മൗലികമായ തകരാർ അവിടെയാണ് കിടക്കുന്നത്. ഇവിടെ ഇത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവരുടെ നാട്, അവിടുന്ന് പുറത്തുനിന്ന് വന്നവർക്ക് ഞങ്ങൾ പരിഗണന കൊടുക്കുന്നു, അത് ഞങ്ങളുടെ ഒരു ഔദാര്യം. അതാണ് മോഹൻ ഭഗവത് പറയുന്നത്. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ്, പുറത്തുനിന്ന് വന്നവരും അങ്ങനെ ജീവിക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത്. അല്ലെങ്കിൽ രണ്ടാം തരം പൗരന്മാരായിട്ട് ജീവിക്കണം. ഇത് ഗോൾവാൾക്കറും ഹെഡ്ഗേവാറും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്.
പുതുതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. ശ്രീ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല, എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3/4 നൂറ്റാണ്ടിലേറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ പുറത്തുനിന്ന് വന്നവർ എന്നതുകൊണ്ട് ഇവരാരെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിനർത്ഥം എന്താ? ഇവിടെ ഉള്ളവരും പുറത്തുനിന്ന് വന്നവരും എന്നൊരു മനോഭാവം അതിലുണ്ട് എന്നുള്ളതാ. ഇനി അങ്ങനെ ശാസ്ത്രീയമായിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടോ ചരിത്രപരമായിട്ടോ പോയി കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ആദിമമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇവർ പറയുന്ന ഹിന്ദുസ്ഥാൻ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഈ പ്രദേശത്തേക്ക് വന്നിട്ടുള്ള ആളുകൾ എവിടുന്ന് വന്നവരാ? മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണെന്നാണ് സെൻട്രൽ ഏഷ്യൻ തിയറി എന്ന് പറഞ്ഞ തിയറി തന്നെയുണ്ട്. മധ്യേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ ആര്യന്മാർ. മനസ്സിലായിട്ടില്ലേ? അപ്പൊ അത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, ചരിത്രകാരന്മാർ തെളിയിച്ചിട്ടുള്ളതും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള തിയറിയാണ് മധ്യേഷ്യൻ തിയറി എന്നുള്ളത്. ഈ ആര്യന്മാർ എന്ന് പറയുന്ന വിഭാഗം അവിടുന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പുറത്തു നിന്ന് വന്നവർ എന്നതുകൊണ്ട് ഇവരാരെ ഉദ്ദേശിക്കുന്നത്? ഇവരുദ്ദേശിക്കുന്നത് ഇസ്ലാം, അതുപോലെ ക്രിസ്ത്യാനിറ്റി, അവരെ ആണ് പുറത്തു നിന്ന് വന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സങ്കുചിത വീക്ഷണമാണ് RSS എല്ലാ കാലത്തും വെച്ച് പുലർത്തിയിട്ടുള്ളത്. അത് വിവിധ ഭാഷയിൽ, വിവിധ രൂപത്തിൽ, വ്യംഗ്യമായും ചില സമയത്ത് പ്രത്യക്ഷമായിട്ടും ഒക്കെ അവരത് പ്രയോഗിച്ചിട്ടുണ്ട്. അതാണിപ്പോ മോഹൻ ഭഗവത് പ്രയോഗിക്കുന്നത്. ഞാൻ ഒന്ന് ഇടപെട്ടുകൊണ്ട് ശ്രീ എം ബി രാജേഷ്, ശ്രീ കെ സുരേന്ദ്രൻ, ഞാൻ ഇടപെടുന്നത് ശ്രീ എം ബി രാജേഷ്, സമയക്കുറവ് എല്ലാവർക്കും എത്തിച്ചേരാനുള്ള സൗകര്യം കൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം. ശ്രീ കെ സുരേന്ദ്രൻ, ഇന്നിപ്പോൾ മായാവതി ഇതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്, അംബേദ്കർ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് ഉപയോഗിക്കാതെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നാണ് ഉപയോഗിച്ചത്. ഇത് പിന്നീട് മതപരമായി വ്യാഖ്യാനിക്കപ്പെടുകയും ഒരു വിഭാഗത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഒരു വിഭാഗം ഒഴികെയുള്ള ആളുകളെ മുഴുവൻ അന്യവൽക്കരിക്കുകയും ചെയ്യും എന്ന തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്ന് മായാവതി നേരത്തെ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ താങ്കൾ പറയുന്ന അത്രയ്ക്ക് സതുദ്ദേശപരമായിട്ടല്ല RSSഉം മോഹൻ ഭാഗവതും താങ്കൾ തന്നെയും അത് ഉപയോഗിക്കുന്നത്, ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്നത് വ്യക്തമല്ലേ? സനീഷ്, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ എം ബി രാജേഷ് പറഞ്ഞ വസ്തുതാപരമായിട്ടുള്ള ഒരു പിശക് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അവസരം തരണം. ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്നത്, ആര്യൻ അധിനിവേശ സിദ്ധാന്തം ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും ബ്രിട്ടീഷ് നരവംശ ശാസ്ത്രജ്ഞന്മാരും ഉണ്ടാക്കിയതാണ്. ആര്യൻ ഇൻവേഷൻ ഈസ് എ മിത്ത് ഇൻ ഇന്ത്യ എന്ന് ഡേവിഡ് ഫ്രോളി വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളെല്ലാം പൊട്ടിഘോഷിക്കുന്ന റൊമീള താപ്പർ ഉൾപ്പെടെ ഒരാളും അതിനെ സാധൂകരിക്കുന്ന വിധം സംസാരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ത്യയിൽ നടന്ന ഒരുപാട് എക്സ്കവേഷൻസ്, നമ്മൾ ഒരുപാട് ഉത്ഖനനങ്ങൾ, ഏറ്റവും ഒടുവിൽ അയോധ്യ കേസിനോടനുബന്ധിച്ച് ഡോക്ടർ മുഹമ്മദ്, നമ്മുടെ കോഴിക്കോടുകാരനായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് നടത്തിയ ഖനന റിപ്പോർട്ടിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് അയോധ്യ കേസിന്റെ വിധി വന്നത്. അതിലെല്ലാം ഇന്ത്യയിലെ ജനങ്ങളുടെ കാലപ്പഴക്കത്തെ സംബന്ധിച്ചും ഇവിടുത്തെ മിത്തുകളെ ഇതായിട്ട് കണക്കാക്കുന്ന ശില്പങ്ങളെ സംബന്ധിച്ചും എല്ലാം വ്യക്തമായിട്ടുണ്ട്. 10,000 വർഷത്തെ പാരമ്പര്യമുള്ളവരാണ്. ആര്യൻ എന്ന് പറയുന്നത് ശ്രേഷ്ഠൻ എന്ന് സംസ്കൃതത്തിൽ അർത്ഥമായിട്ടുള്ള ഒരു പദമാണ്. ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മെക്കാളെ പ്രഭു കണ്ടുപിടിച്ച, ബ്രിട്ടീഷുകാർ കണ്ടുപിടിപ്പിച്ച, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിദ്ധാന്തമാണ് ആര്യൻ അധിനിവേശ സിദ്ധാന്തം. ഇന്ത്യയിൽ ഒരിടത്തും തെളിയിച്ചിട്ടില്ല. അതിനെതിരായിട്ടാണ് ദ്വാരകയിൽ നടന്നിട്ടുള്ള ഖനനങ്ങൾ, അയോധ്യയിൽ നടന്നിട്ടുള്ള ഖനനങ്ങൾ, എന്തിന് നമ്മുടെ രാമേശ്വരത്ത് നടന്ന ഖനനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഉത്ഖനന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത്. SR റാവുവിൻ്റെ ഖനന റിപ്പോർട്ടുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പഠനം ബഹുമാനപ്പെട്ട MP ആയിട്ടുള്ള ശ്രീ എം ബി രാജേഷിന് പാർലമെന്റിന്റെ ആർക്കൈവ്സിൽ നിന്ന് എടുത്തു പരിശോധിക്കാവുന്നതാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ വളരെ ആസൂത്രിതമായി, ഇന്ത്യ പല ദേശീയതകളുള്ള, പലതരത്തിലുള്ള ദേശീയതകളുള്ള ഒരു രാജ്യമാണെന്നും ഇന്ത്യ ഒരു ഒറ്റ രാഷ്ട്രമല്ല എന്ന് സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ അതേ പല്ലവി പാടി ആവർത്തിക്കുകയാണ്. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ എല്ലാ ചരിത്ര ഗവേഷകന്മാരുടെയും ഉത്ഖനന റിപ്പോർട്ടുകളെയും അടിസ്ഥാനമാക്കി തന്നെ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തിരിച്ചു വരാം അതിഥികളിലേക്ക്. ശ്രീ ഒ അബ്ദുറഹ്മാൻ കൂടെ ടെലിഫോൺ ലൈനിൽ ചർച്ചയിൽ ചേരുന്നു. ശ്രീ ഒ അബ്ദുറഹ്മാൻ, മോഹൻ ഭാഗവത് മാത്രമല്ല കെ സുരേന്ദ്രൻ അടക്കം ഉള്ള നേതാക്കളും സംഘപരിവാര സംഘടനകൾക്കുമെല്ലാം ആശയവ്യക്തതയുണ്ട്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പോവുകയാണെന്നതിന് അവർക്ക് നരവംശ ശാസ്ത്രത്തിൻ്റെതടക്കമുള്ള പുസ്തകങ്ങളിൽ നിന്ന് തെളിവുകളുണ്ട്. അതാണ് ശ്രീ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. മോഹൻ ഭാഗവതിൻ്റെ എല്ലാവരും ഹിന്ദുക്കളായേ തീരൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന പ്രസ്താവന എന്തുകൊണ്ട് എതിർക്കപ്പെടണം? എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് ആർക്കെങ്കിലും അവകാശവാദം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ വസ്തുതകളുമായി അത് പൊരുത്തപ്പെടുന്നില്ല. ഹിന്ദു എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംസ്കാരത്തിന്റെയും പ്രത്യേക ധർമ്മത്തിന്റെയും പേരായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാവർക്കും സ്വീകാര്യമായ, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു നിർവചനം ഹിന്ദുവിന് ഇതുവരെ നൽകപ്പെട്ടിട്ടില്ല. എന്നിരിക്കെ ഇവിടെ എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയാൻ അതിന് ആളുകൾക്ക് അവകാശമുണ്ടെങ്കിലും ശരി, അത് വസ്തുതയുമായി പൊരുത്തപ്പെടുന്നില്ല. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പോലും ആര്യന്മാർ 10,000 കൊല്ലം മുമ്പുണ്ടെന്നൊക്കെ പറഞ്ഞു അവകാശവാദം മാത്രമാണ്, ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമല്ല.
ഈ പറയുന്ന ഖനനങ്ങളൊന്നും നടത്തപ്പെട്ടതായ ഖനനങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം ഏകണ്ഠമായി അംഗീകരിക്കപ്പെട്ടത് ഒന്നുമല്ല. അപ്പോൾ വളരെ വ്യക്തമാണ് കാര്യം. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന RSS അവതരിപ്പിക്കപ്പെടുന്ന ഹിന്ദുത്വം ഹിന്ദു സമൂഹത്തിൽ തന്നെ മുഴുവൻ പേരെയും ഉൾക്കൊള്ളാത്ത ഒന്നായിരിക്കെ അതിന് പുറത്തുള്ളവരെ തീർച്ചയായും അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴേ വർത്തമാനകാല സ്ഥിതി. ഇനി അങ്ങനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നുള്ളത് ശരിയാണ്. ശ്രീ കെ സുരേന്ദ്രൻ, ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് താങ്കൾ കാണുമോ ഉത്തർപ്രദേശിൽ നടക്കുന്ന അങ്ങനെ എതിർക്കപ്പെടുന്നു ഉത്തർപ്രദേശിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾ, മതപരിവർത്തനം നടക്കുന്നു, തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് ആളുകളെ പരിവർത്തനം ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. യെല്ലപ്രഗാദ് സുദർശൻ റാവു എന്നയാൾ ICHRന്റെ ചെയർമാനാകുന്നു. മഹാഭാരതവും രാമായണവുമൊക്കെ നടന്ന സംഭവങ്ങളാണ് അവയിലുള്ളത് എന്ന് അതിതീവ്രമായി വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നയാളാണ്. ബംഗ്ലാദേശികൾ പെട്ടിയും കിടക്കയും മടക്കി പോകണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഒരു നേതാവാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ ഹിന്ദുക്കൾ, എല്ലാവരും ഹിന്ദുക്കൾ എന്ന് മോഹൻ ഭാഗവത് പറയുമ്പോഴാണ് സംശയം തോന്നുന്നത് താങ്കളുടെ ആശയഗതിയുള്ള ആളുകളോട്. രണ്ട് കാര്യം പറയാം. ഒന്ന്, ഉത്തർപ്രദേശിൽ നടന്ന വർഗീയ കലാപങ്ങളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും BJPക്കും RSSനും എതിരായിട്ട് ഞങ്ങളെ മേൽ ചാർത്താൻ കഴിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ പറഞ്ഞ സഹാറൻപൂർ കലാപത്തിൽ ആരാണ് സിഖുകാരും മുസ്ലിം സഹോദരന്മാരും തമ്മിലാണ് അക്രമം ഉണ്ടായിരിക്കുന്നത്, കലാപം ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഉത്തർപ്രദേശിനെ കുറിച്ച് മാത്രം പറയുന്നത്? കൊക്രാജാറിൽ ആസാമിൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കലാപം നടക്കുന്നു. ആരാണ് ഉത്തരവാദി? BJP ആണോ? കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമാണ് ഉത്തർപ്രദേശിൽ കലാപം ഉണ്ടാക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ MLAയും MPയും അടക്കം ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ആക്ഷേപങ്ങൾ ഞങ്ങളുടെ മേൽ വേണ്ട. നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും കോൺഗ്രസ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്കാണ് പോകുന്നത്, ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് പോകുന്നത്. പിന്നെ ചരിത്രവും അതുപോലെ വിദ്യാഭ്യാസവും ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ചെലവിൽ ഇവിടുത്തെ ഇടതുപക്ഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രയോ വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനമുണ്ട്. അത് മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഗാന്ധിജിയും തിലകനും സവർക്കറും സ്വാതന്ത്ര്യ സമര സേനാനികൾ എല്ലാവരും ആഗ്രഹിച്ച ഇന്ത്യയിലെ യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ പാരമ്പര്യവും വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മാൻഡേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ചരിത്രവും അതുപോലെ സത്യസന്ധമായിട്ടുള്ള വസ്തുതകളും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കരിക്കുലം പരിഷ്കരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും JNUവിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദവും അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ SFI ഇല്ലല്ലോ, ഐസ മാത്രമല്ലേ ഉള്ളൂ. അവിടെയെല്ലാം നടക്കുന്ന ഭീകരമായിട്ടുള്ള കമ്മ്യൂണിസവും തീവ്രവാദവും ചേർന്ന് നടത്തുന്നതിനൊക്കെ എതിരായിട്ടുള്ള മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും. അതൊക്കെ ചാലഞ്ച് ചെയ്യാൻ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വന്നോളൂ. ശ്രീ MP രാജേഷ്, ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം ഞങ്ങൾ എഴുതും. അത് ഹിന്ദു എന്നത് ഒരു ജീവിത ശൈലിയുടെ പേരാണ്. അതിനകത്ത് വഴങ്ങി ജീവിക്കുന്ന ആളുകൾ വേണം ഇന്ത്യയിൽ താമസിക്കാൻ എന്ന നിലപാട് വ്യക്തമായിട്ട് തന്നെയുണ്ട് ഈ സംഘടനയ്ക്ക്, രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക്. അല്ല, ഇപ്പോൾ ഏറ്റവും ചർച്ച തുടങ്ങിയ ഭാഷയിലല്ലല്ലോ അവസാനമായപ്പോഴേക്കും എൻ്റെ സുഹൃത്ത് സുരേന്ദ്രൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പരകായ പ്രവേശം ഉണ്ടായതുപോലെയാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. നോക്കൂ, എന്തൊരു ഔദ്ധത്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളിതെല്ലാം മാറ്റിയെഴുതും, ഞങ്ങൾ ഈ ചരിത്രത്തെ മുഴുവൻ മാറ്റിയെഴുതും, ഞങ്ങൾക്ക് അതിനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ബാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കാം എന്ന് ഒരു വെല്ലുവിളിയുടെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നു. അതാണ് RSS അവരുടെ അജണ്ട നടപ്പാക്കി തുടങ്ങിയെന്ന് ഞങ്ങൾ പറയുന്നത്. ഏത് ചരിത്രമാണ് ഇവർ പഠിപ്പിക്കുന്നത്? ഏത് ചരിത്രത്തെ ആണ് മാറ്റി എഴുതുന്നത്? ഏത് വിദ്യാഭ്യാസത്തെയാണ് ഇവർ മാറ്റി എഴുതുന്നത്? അത് തന്നെ നേരത്തെ ഇവിടെ RSSന്റെ ചരിത്ര വീക്ഷണത്തെക്കുറിച്ചാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അതൊന്നും ചരിത്ര വസ്തുതകളും യാഥാർത്ഥ്യവുമല്ല. RSS ഇന്ത്യയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ചരിത്ര വീക്ഷണം അത് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതല്ല ചരിത്ര വസ്തുതകൾ എന്ന് പറയുന്നത്. ഇവിടെ ഇനി വരിക, ഏത് ചരിത്രമാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ശാസ്ത്രമാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. ഇവിടെ ടെലിവിഷൻ കണ്ടുപിടിച്ചത് ദീനനാഥ് ബാത്രയുടെ പുസ്തകത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആമുഖം എഴുതിയിട്ടുള്ള പുസ്തകം സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അതാണോ വസ്തുത?